ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജീൻ ഇന്ററാക്ഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ട് ടൈപ്പ് ജീൻ ഇന്ററാക്ഷൻസ് ഉണ്ട്, അല്ലീലിക് ആൻഡ് നോൺ അല്ലീലിക് ഇന്ററാക്ഷൻസ്. Allelic interactions means interactions between alleles which are present in the same loci of a homologous chromosome. അതായത് ഒരു ഹോമോലോഗസ് ക്രോമസോമിന്റെ ഒരു പർട്ടിക്കുലർ ലോക്കസിൽ ഇരിക്കുന്ന രണ്ട് അല്ലീലിക് ഫോംസ് തമ്മിൽ, ആ രണ്ട് അല്ലീലും ഒരേ ജീൻ തന്നെയാണ്, ആ ജീനിന്റെ രണ്ട് ഡിഫറെന്റ് ഫോംസ് ആണ്, ആ രണ്ട് അല്ലീൽസ് തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ അല്ലീലിക് ഇന്ററാക്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഹിയർ the dominant allele is unable to completely suppress the expression of the recessive allele. So here the phenotype that produced in the F1 will be an intermediate between dominant and recessive one. ഇവിടെ നമ്മൾക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ഫ്ലവർ കളർ ഇൻ 4 o'clock പ്ലാന്റ് ആണ്. റെഡും വൈറ്റും ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ F1 പ്രോജനി പിങ്ക് ആയിട്ട് അപ്പിയർ ചെയ്യുക. അപ്പോൾ അവിടെ ഡോമിനന്റും അല്ല റെസസീവും അല്ല, ഇൻ ബിറ്റ്വീൻ. അതിന് കാരണം ഇവിടുത്തെ ഡോമിനന്റ് അല്ലീല് റെസസീവിനെ കംപ്ലീറ്റ് സപ്രസ് ചെയ്യാൻ അത്രയും ഡോമിനന്റ് അല്ല താനും, എന്നാൽ റെസസീവിനെക്കാട്ടിൽ കുറച്ച് ഡോമിനൻസ് ഉണ്ട് താനും. അതുകൊണ്ടാണ് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്തത്. ദെൻ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് സിക്കിൾ സെൽ അനീമിയ ഇൻ ഹ്യൂമൻ ബീങ്സ്. സിക്കിൾ സെൽ അനീമിയ നമുക്കറിയാം, നോർമൽ RBCs അബ്നോർമൽ RBCs അല്ലെങ്കിൽ സിക്കിൾ ഷേപ്പിലുള്ള അബ്നോർമൽ RBCs പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ. ഇവിടെ നോർമൽ RBC പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ക്യാപിറ്റൽ S ആണെന്ന് ഇമാജിൻ ചെയ്യുക. ദെൻ ക്യാപിറ്റൽ S എന്ന് പറയുന്നത് ഹോമോസൈഗസ് നോർമൽ വൺ ആയിരിക്കും. ദെൻ സ്മോൾ എസ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് റെസസീവ് വൺ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് എല്ലാവരും സിക്കിൾ ഷേപ്പിലുള്ള RBC ആയിരിക്കും ഫോം ചെയ്യുക. ആ RBC എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വലിന് സർവൈവ് ചെയ്യാൻ, ആ RBC എന്ന് വെച്ച ഇൻഡിവിജ്വലിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് വിൽ അൾട്ടിമേറ്റ്ലി ലീഡ് ടു ദി ഡെത്ത് ഓഫ് ദി കാരിയേഴ്സ്. അതുപോലെ ക്യാപിറ്റൽ S സ്മോൾ എസ് എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള കാരിയേഴ്സ് അവർ നോർമൽ RBCയും പ്രൊഡ്യൂസ് ചെയ്യും, അബ്നോർമൽ RBCയും പ്രൊഡ്യൂസ് ചെയ്യും. ഈ അബ്നോർമലിന്റെ കൂടെ നോർമൽ ഉള്ളത് കൊണ്ട് ഇൻഡിവിജ്വൽ വലിയ കുഴപ്പമില്ലാതെ സർവൈവ് ചെയ്യുമെങ്കിലും ദേ വിൽ ആക്ട് ആസ് കാരിയേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ജീൻ. അതിനെയാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ. അതുകൊണ്ട് സിക്കിൾ സെൽ അനീമിയയും ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. ദെൻ രണ്ടാമത്തെ കണ്ടീഷനാണ് കോഡോമിനൻസ്. കോഡോമിനൻസ് ഹിയർ ബോത്ത് ദി ഡോമിനന്റ് ആൻഡ് റെസസീവ് ജീൻ വിൽ എക്സ്പ്രസ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം ഡോമിനന്റും റെസസീവും ഒരേ എക്സ്റ്റെന്റിൽ എക്സ്പ്രസ് ചെയ്യുക. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആ അല്ലീല് കംപ്ലീറ്റ്ലി ഡോമിനന്റ് അല്ലെന്നേ ഉള്ളൂ, പക്ഷെ ഡോമിനന്റ് ആണ്, ഇൻകംപ്ലീറ്റ്ലി ഡോമിനന്റ് ആണെന്നാണ് അത് സൂചിപ്പിക്കുക. പക്ഷെ ഈ കോഡോമിനൻസ് എന്ന് വിളിക്കുമ്പോൾ രണ്ടുപേരും ഈക്വലി ഡോമിനന്റ് ആണ് അല്ലെങ്കിൽ ഈക്വലി എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡോമിനൻസ്. ഇവിടെയും ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ കേസിലും ഫീനോടിപ്പിക് റേഷ്യോ 1:2:1 എന്ന് പറയുന്ന റേഷ്യോ ആണ്. അതായത് ടിപ്പിക്കൽ 3:1 എന്ന് പറയുന്ന റേഷ്യോ ഡിസപ്പിയർ ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടുന്നത് 1:2:1 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും F1 പ്രോജനി ഉണ്ടാവുക. അത് മറക്കാതെ ഓർത്തിരിക്കുക. ദെൻ ഇതിന് എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പും MN ബ്ലഡ് ഗ്രൂപ്പും. നമുക്കറിയാം A ഉള്ളവര് ഹോമോസൈഗസ് A ആണെങ്കിൽ അത് A ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഹോമോസൈഗസ് B എന്ന് പറയുന്ന ജീനോടൈപ്പ് ആണുള്ളെങ്കിൽ അത് നമ്മൾക്ക് B ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. പക്ഷെ എയുടെ ജീനും ബിയുടെ ജീനും ഒരേപോലെ വന്നാൽ നമ്മൾ ആരായിട്ട് അപ്പിയർ ചെയ്യും? AB ആയിട്ട് അപ്പിയർ ചെയ്യും. അപ്പൊ അതും ഒരു കോഡോമിനൻസ് ആണ്, കോഡോമിനൻസിന് എക്സാമ്പിൾ ആണ്. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ആണ് ലീതൽ ജീൻസ്. ലീതൽ ജീൻസ് എന്ന് പറഞ്ഞാൽ there are certain genes their expression will result in the death of that particular individual. ചില ഇൻഡിവിജ്വൽസിൽ ചില ജീൻസ് ഉണ്ട്, ആ ജീൻ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ കാരിയേഴ്സിന്റെ ഡെത്ത് ആയിരിക്കും. അങ്ങനെയുള്ള ജീൻസിന് പറയുന്ന പേരാണ് ലീതൽ ജീൻസ്. ഇനി ഈ ലീതൽ ജീൻസും രണ്ട് രീതിയിൽ അപ്പിയർ ചെയ്യാം. ഹോമോസൈഗസ് കണ്ടീഷനിൽ വരാം, ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ വരാം. ഹോമോസൈഗസ് കണ്ടീഷനിൽ വരികയാണെങ്കിൽ, അതായത് ഒരേ ടൈപ്പ് ലീതൽ ജീനാണ് രണ്ട് ലോക്കസിലും ഇരിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന റിസൾട്ട് 100% മോർട്ടാലിറ്റി ആയിരിക്കും. അതായത് ഹോമോസൈഗസ് കണ്ടീഷനിൽ ഈ ലീതൽ ജീൻസ് 100% മോർട്ടാലിറ്റി കോസ് ചെയ്യും. ദെൻ ഈ ലീതൽ ജീൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡോമിനന്റ് ലീതൽ ജീൻ ആൻഡ് റെസസീവ് ലീതൽ ജീൻ. If the gene that caused the death of the individual is a dominant one, ഒരു ഡോമിനന്റ് ജീനാണ് ഈ ലീതാലിറ്റി കോസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് ഡോമിനന്റ് ലീതൽ ജീൻ.
എക്സാമ്പിൾ ആണ് കോട്ട് കളർ ഇൻ മൈസ്. അതായത് എലിക്കുഞ്ഞുങ്ങളിൽ അതിന്റെ സ്കിന്നിന്റെ അല്ലെങ്കിൽ അതിന്റെ കോട്ടിന്റെ കളറ് ഡിറ്റർമിൻ ചെയ്യുന്ന ജീൻ ഒരെണ്ണമുണ്ട്. ആ ജീൻ ഒരു ഡോമിനന്റ് ലീതൽ ജീനാണ്. അപ്പൊ ഈ ഡോമിനന്റ് ലീതൽ ജീനിന്റെ പ്രത്യേകത ഹോമോസൈഗസ് ഡോമിനന്റ് ജീൻസ്. ഇപ്പൊ നമ്മൾക്ക് Y ആണ് ആ പർട്ടിക്കുലർ ജീൻ എന്ന് ഇമാജിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഹോമോസൈഗസ് കണ്ടീഷൻ ക്യാപിറ്റൽ Y എന്ന് പറയുന്ന ആ ഒരു ഇൻഡിവിജ്വൽസിന് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അത് പ്രീമച്യൂർ ആയിട്ട് അല്ലെങ്കിൽ അത് ബിഫോർ അതിന്റെ ബർത്തിൽ തന്നെ അല്ലെങ്കിൽ യൂട്രസിൽ വെച്ച് തന്നെ അതിന് അബോർഷൻ സംഭവിച്ച് അതിന്റെ ഡെത്ത് സംഭവിക്കും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? സാധാരണ അതിന്റെ F1 പ്രോജനിയിൽ 3:1 റേഷ്യോ ഉണ്ടാകുന്നതിൽ 3 അല്ലെങ്കിൽ 3:1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 നോർമലും 3 ഡോമിനന്റും 1 റെസസീവും ആണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ഡോമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഉണ്ടാകുന്നേ ഇല്ല. അല്ലെങ്കിൽ 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഇൻഡിവിജ്വൽസ് ഉണ്ടാകുന്നത്. 1:2:1 അല്ലെങ്കിൽ 3:1 അല്ല, 2:1. അതായത് 3 ഫ്രാക്ഷനേ ഉണ്ടാകുന്നുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു ഫ്രാക്ഷൻ ഡിസപ്പിയർ ചെയ്യുക. അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ഹോമോസൈഗസ് ഡോമിനന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഒന്നും സർവൈവ് ചെയ്യുന്നില്ല. അത് അതിന്റെ ഡെത്തിന് കോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ ഡോമിനന്റ് ലീതൽ ജീൻ എന്ന് വിളിക്കും. ഇനി ഇതുപോലെ ഒരു റെസസീവ് അല്ലീലാണ് ഈ ലീതാലിറ്റി കോസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് റെസസീവ് ലീതൽ ജീൻസ്. റെസസീവ് ലീതൽ ജീൻസിന് എക്സാമ്പിൾ ആണ് ബുൾഡോഗ് കാവ്സ്. ബുൾഡോഗ് കാവ്സ് എന്ന് പറഞ്ഞാൽ ഈ പശുക്കുട്ടികൾ ഉണ്ടാകുമ്പോൾ അതിന് ചില അബ്നോർമൽ ആയിട്ടുള്ള ചെറിയ ഹെഡും അതുപോലെ ചെറിയ സ്മോൾ ഫേസും അതുപോലെ ഷോർട്ട് അപ്പർ ജോ ഒക്കെ ആയിട്ട് ഫോം ചെയ്യുന്ന ബുൾഡോഗിനെ പോലെ റിസംബിൾ ചെയ്യുന്ന കാവ്സ് പശുക്കുട്ടികൾ ഉണ്ടാകുന്ന ആ ഒരു ഡിസീസിന് പറയുന്ന പേരാണ്, ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ബുൾഡോഗ് കാവ്സ്. അതിന് കോസ് ചെയ്യുന്നത് റിസസീവ് ലീതൽ ജീൻസ് ആണ്. ഇവിടെ ഒരു ഹോമോസൈഗസ് റെസസീവ് ജീനാണ് ഈ ബുൾഡോഗ് കാവ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഡോമിനന്റ് ഹോമോസൈഗസ് ജീൻസും ഹെട്രോസൈഗസ് ജീൻസും കണ്ടീഷനിലും അത് നോർമലായി ബിഹേവ് ചെയ്യും. പക്ഷേ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിൽ ആ ടൈപ്പ് ജീൻസ് ആണ് ഉള്ളതെങ്കിൽ ആ ഇൻഡിവിജ്വൽ സർവൈവ് ചെയ്യില്ല. അതിനെയാണ് നമ്മൾ റെസസീവ് ലീതൽ ജീൻ എന്ന് വിളിക്കുക. ദെൻ ലീതൽ ജീൻ ബാക്കിയുള്ള ആനിമൽസിലുള്ളത് പോലെ തന്നെ ഹ്യൂമൻ ബീങ്സിലും കുറെ ലീതൽ ജീൻസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഫസ്റ്റ് വൺ കോൺജനൈറ്റൽ ഇക്തിയോസിസ് കോസ് ചെയ്യുന്ന ഒരു ജീൻ. അതൊരു റെസസീവ് ലീതൽ ജീൻ ആണ്. അതായത് ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിൽ ഈ പർട്ടിക്കുലർ ജീൻ ഉണ്ടെങ്കിൽ ആ ജീൻ വിൽ കോസ് ദ ഡിസീസ് കോൾഡ് കോൺജനൈറ്റൽ ഇക്തിയോസിസ്. ഈ കോൺജനൈറ്റൽ ഇക്തിയോസിസ് എന്ന് പറഞ്ഞാൽ കോൺജനൈറ്റൽ മീൻസ് ബൈ ബർത്ത് അപ്പിയർ ചെയ്യുന്ന ഡിസീസിനെയാണ് കോൺജനൈറ്റൽ എന്ന് പറയുക. ഇക്തിയോസ് മീൻസ് ഫിഷസ്. അപ്പോൾ ഇക്തിയോസിന്റെ പോലെ അല്ലെങ്കിൽ ഫിഷിന്റെ സ്കെയിൽസ് പോലെ നമ്മളുടെ സ്കിന്നിന്റെ അകത്ത് സ്കിന്ന് ഇങ്ങനെ വളരെ റഫായിട്ട് ഡ്രൈ ആയിട്ട് സ്കെയിൽസ് പോലെ അപ്പിയർ ചെയ്യുക. അങ്ങനെ ഉള്ള ഒരു അപ്പിയറൻസിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനെയാണ് നമ്മൾ കോൺജനൈറ്റൽ ഇക്തിയോസിസ്. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് ഒന്നില്ലെങ്കിൽ അബോർട്ടായി പോകും, അല്ലെങ്കിൽ പ്രീമച്യൂർ ആയിട്ട് ബർത്ത് സംഭവിച്ച് ഉടനെ തന്നെ അതിന്റെ ഡെത്ത് സംഭവിക്കും. അത് ലീതാലിറ്റി കോസ് ചെയ്യുന്നത് ഒരു റെസസീവ് ലീതൽ ജീൻ ആണ്. ദെൻ വേറെ ഒരു ഡിസീസ് ആണ് ടേ-സാക്ക് ഡിസീസ്. ടേ-സാക്ക് ഡിസീസും ഒരു ലീതൽ ജീൻ ആണ്. ഇതും ഒരു കണ്ടീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഇൻഡിവിജ്വൽ നോർമലായിട്ട് ബർത്തിന്റെ സമയത്ത് നോർമൽ ആയിട്ടുള്ള ബർത്ത് ആണെങ്കിൽ കൂടി വിത്തിൻ 6 months അവരുടെ ബ്രെയിനും സ്പൈനൽ കോഡും അതായത് നെർവസ് ടിഷ്യൂസ് ഡിറ്റീരിയോറേറ്റ് ചെയ്ത് ആ ഇൻഡിവിജ്വൽസിന്റെ ഡെത്ത് സംഭവിക്കും. അതിനെയാണ് നമ്മൾ ടേ-സാക്ക് ഡിസീസ് എന്ന് വിളിക്കുക. ദെൻ വേറൊരു കണ്ടീഷനാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. സിസ്റ്റിക് ഫൈബ്രോസിസും ഒരു റെസസീവ് ലീതൽ ജീൻ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ്. ഇവിടെ നമ്മളുടെ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസ് ഒത്തിരി ഗ്ലാൻസുകൾ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിന്റെ എല്ലാം, ഇപ്പൊ എലിമെന്ററി കനാല്, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ലങ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്സ്, ഇതിന്റെ എല്ലാം അകത്ത് ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് ഒരു സ്മൂത്തനിങ് ഏജന്റ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരു പർട്ടിക്കുലർ വിസ്കോസിറ്റി ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോ ഇത് ഭയങ്കര വിസ്കസ് ആയിട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ആ ഇൻഡിവിജ്വലിന്റെ ലങ്സിനെയോ അല്ലെങ്കിൽ എലിമെന്ററി കനാലിനെയോ ക്ലോഗ് ചെയ്യും. ഈ ലങ്സിന്റെ അകത്തൊക്കെ മ്യൂക്കസ് ക്ലോഗ് ചെയ്യപ്പെട്ടാൽ അറിയാലോ ന്യൂമോണിയ പോലുള്ള ഡിസീസസ് സംഭവിക്കും. അങ്ങനെ ഇതും അൾട്ടിമേറ്റ്ലി മേ ലീഡ് ടു ദി ഡെത്ത് ഓഫ് ദി ഇൻഡിവിജ്വൽ. ആ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ദെൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ സിക്കിൾ സെൽ അനീമിയയും വേറൊരു ടൈപ്പ് റെസസീവ് ലീതൽ ജീൻ ആണ്. പക്ഷെ ഈ ലീതൽ ജീൻ ആണെങ്കിൽ കൂടി അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് ടൈപ്പിലാണെന്നാ പറഞ്ഞത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് അതിന്റെ ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ. പക്ഷെ അതൊരു ലീതൽ ജീൻ ആയിട്ടും കൂടി നമുക്ക് കൂട്ടാം. ദെൻ ഇനി ആണ് നമ്മൾ പറയുന്നത് നോൺ അല്ലീലിക് ഇന്ററാക്ഷൻസ്. നോൺ അല്ലീലിക് ഇന്ററാക്ഷൻസ് മീൻസ് interaction between alleles which are present in the
ഡിഫറെന്റ് ലോക്കസ് ഓഫ് ഐദർ ദ സെയിം ഹോമോലോഗസ് ക്രോമസോം ഓർ ഡിഫറെന്റ് ക്രോമസോം. ഒരേ ക്രോമസോമിലെ തന്നെ ഡിഫറെന്റ് ലോക്കസിലിരിക്കുന്ന അല്ലീൽസോ അല്ലെങ്കിൽ ജീൻസോ അല്ല ഡിഫറെന്റ് ക്രോമസോമില് പല ലോക്കസിലിരിക്കുന്ന ജീൻസോ തമ്മിൽ നടത്തുന്ന ഇന്ററാക്ഷൻസിനെയാണ് നമ്മൾ നോൺ അല്ലീലിക് ഇന്ററാക്ഷൻസ്. നോൺ അല്ലീലിക് ഇന്ററാക്ഷൻസ് എന്ന് പറയാൻ അത് രണ്ടും രണ്ട് ഡിഫറെന്റ് ജീൻസ് തമ്മിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അത് രണ്ടും ഡിഫറെന്റ് ജീൻസ് ആണെന്ന് പറയാൻ കാരണം ഡിഫറെന്റ് ലോക്കസിലാണ് ഇരിക്കുന്നത്. ഒരേ ലോക്കസിൽ ഇരിക്കുന്ന ജീൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അല്ലീൽസ് എന്ന് വിളിക്കുക. ഇവിടെ ഡിഫറെന്റ് ലോക്കസിൽ അത് ഒരേ ക്രോമസോമിന്റെയോ ഡിഫറെന്റ് ക്രോമസോമിന്റെയോ ആണെങ്കിൽ കൂടി അതിനെ നമ്മൾ നോൺ അല്ലീൽസ് എന്നാണ് വിളിക്കുക. അതുകൊണ്ട് ഈ ടൈപ്പ് ഇന്ററാക്ഷൻസിനെ നമ്മൾ വിളിക്കും നോൺ അല്ലീലിക് ഇന്ററാക്ഷൻസ്. ഓക്കെ, ദെൻ അതിൽ പല ടൈപ്പ് നോൺ അല്ലീലിക് ഇന്ററാക്ഷൻസ് ഉണ്ട്. അത് പല ടൈപ്പിലും നമ്മൾക്ക് ഉണ്ടാകുന്ന റേഷ്യോ F2 റേഷ്യോ എന്ന് പറയുന്നത് പല തരത്തിലുള്ളതായിരിക്കും. അപ്പൊ മനസ്സിലായി, നോൺ അല്ലീലിക് ഇന്ററാക്ഷൻസ് ആയതുകൊണ്ട് ഡിഫറെന്റ് ലോക്കസിലിരിക്കുന്ന ജീൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 2 ജീനിനെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യണം, വേണമല്ലോ. കാരണം ഇൻഫ്ലുവൻസ് ഒരു ജീനിന് വേറൊരു ജീനിലുള്ള ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് 2 ജീനെങ്കിലും ഇൻവോൾവ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഡൈഹൈബ്രിഡ് ക്രോസ് വെച്ചേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റേഷ്യോ 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോന്റെ മോഡിഫിക്കേഷൻസ് ആയിരിക്കും. ഓക്കെ, ഇനി അതിന് ഫസ്റ്റ് എക്സാമ്പിൾ ആണ് കോ എപ്പിസ്റ്റാറ്റിക് ജീൻസ്. കോ എപ്പിസ്റ്റാറ്റിക് ജീൻ ആണെങ്കിൽ ഈ ടൈപ്പ് അല്ലീലിക് നോൺ അല്ലീലിക് ഇന്ററാക്ഷൻ ആണെങ്കിൽ കൂടി അവിടെ ഉണ്ടാകുന്ന റേഷ്യോ പക്ഷേ 9:3:3:1 റേഷ്യോ ആണെന്ന് വിചാരിക്കുക, ഓർത്ത് വെക്കുക. ഇവിടെ ഹിയർ 2 pairs of genes which determine the same phenotype but assort independently and interact with one another, producing 9:3:3:1 ratio in the F2 generation are called co-epistatic genes. അതായത് co-epistatic genes are genes which are present in different locus and they may interact with each other to produce a particular phenotype, but they will assort independently and may produce 9:3:3:1 ratio in the F2 generation also. അപ്പോ ഈ 2 ജീൻസ് ഇപ്പൊ നമ്മൾക്ക് എ എന്നും ബി എന്നും പറയുന്ന 2 ജീൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 2 ജീൻസ് ഡിഫറെന്റ് ലോക്കസിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് രണ്ടും കൂടി തീരുമാനിച്ചിട്ടാണ് ഒരു പർട്ടിക്കുലർ ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും ഒരേ പർട്ടിക്കുലർ ഫീനോടൈപ്പിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും അവർ ഇന്ററാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ കൂടി പക്ഷേ മിയോസിസിന്റെ സമയത്ത് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യും. ദെൻ അവർ അസോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് F2 പ്രോജനിയിൽ 9:3:3:1 റേഷ്യോയിലുള്ള ജനറേഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ ആ ടൈപ്പ് ജീനിനെയാണ് നമ്മൾ കോ എപ്പിസ്റ്റാറ്റിക് ജീൻസ് എന്ന് വിളിക്കുക. കോ എപ്പിസ്റ്റാറ്റിക് ജീൻ. ദെൻ ഈ കോ എപ്പിസ്റ്റാറ്റിക് ജീൻസ് പറഞ്ഞു എയും ബിയും 2 ജീൻസ് ആണ്. അത് രണ്ടും 2 ലോക്കസിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഫിനോടൈപ്പ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷനും ഏത് കോ ഡോമിനന്റ് ജീൻസ് എന്തുമാത്രം എഫക്റ്റീവ്നെസ്സോട് കൂടിയാണോ ഒരേ സമയം അപ്പിയർ ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും ഈ കോ എപ്പിസ്റ്റാറ്റിക് ജീൻസും അപ്പിയർ ചെയ്യുക. അതായത് രണ്ടും പ്രസന്റ് ആയിരിക്കുമ്പോൾ ഈക്വലി അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും ആ പർട്ടിക്കുലർ ഫിനോടൈപ്പിലോട്ട്. അതൊരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കോം പാറ്റേൺ ഇൻ പൗൾട്രി. പൗൾട്രിയിൽ അതായത് നമ്മളുടെ കോഴികളുടെ പൂവെന്ന് പറയത്തില്ലേ, തലയുടെ പുറത്തുള്ള കോഴിപ്പൂവന്റെ പൂവ്, ആ കോമ്പിന് അതിന് പറയുന്ന പേരാണ് കോമ്പ് പാറ്റേൺ. പല ടൈപ്പ് കോമ്പ് പാറ്റേൺ ഉണ്ട്. ചിലതിനെ നമ്മൾ റോസ് എന്ന് വിളിക്കും, ചിലത് പി, ദെൻ സിംഗിൾ, വാൾനട്ട്, എങ്ങനെ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പ് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊരു പർട്ടിക്കുലർ കോമ്പ് പാറ്റേൺ ആണ് റോസ്. ഈ റോസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ പിയും എന്ന് പറയുന്ന 2 ജീൻസും വേണം. ഈ 2 ജീൻസും കോമ്പ് പാറ്റേണിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാപിറ്റൽ ആറ് മാത്രം ഈ 6 മാത്രം ഡോമിനന്റും ദെൻ ഈ പി റെസസീവ് ആയിരിക്കുന്ന കണ്ടീഷനിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റോസ്. ദെൻ 6 റെസസീവും പി ഡോമിനന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പി പാറ്റേൺ. ഇനി നമ്മളപ്പോൾ F1 ജനറേഷനിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ പി സ്മോൾ പി. അപ്പൊ അത് രണ്ടും കൂടി ഒന്നിച്ച് വന്നപ്പോൾ കിട്ടിയ ഫീനോടൈപ്പ് ആണ് വാൾനട്ട്. ഇനി നമ്മൾ F1 സെൽഫ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോസിബിലിറ്റി ഉള്ള ഗാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. ദെൻ അത് നമ്മൾ ക്രോസ് ചെയ്ത് ചെക്കർ ബോർഡിൽ വരച്ച് നോക്കുമ്പോൾ ഈ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ പിയും വരുമ്പോഴെല്ലാം വാൽനട്ട്, ക്യാപിറ്റൽ ആറ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ക്യാപിറ്റൽ പി, ഈ ക്യാപിറ്റൽ ആറ് മാത്രം റോസ് ഇല്ലാത്തപ്പം ക്യാപിറ്റൽ പി ഇല്ലാത്തപ്പോൾ റോസ്, ദെൻ ക്യാപിറ്റൽ പി ഇൻ ദ ആബ്സെൻസ് ഓഫ് ആർ വിൽ പ്രൊഡ്യൂസ് പി. ഇതൊന്നും ഇല്ലാത്തപ്പോൾ, ഇത് സ്മോൾ ആർ ആണ് കേട്ടോ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്
എന്തായിരിക്കും?